ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ഡയറി കുറിപ്പ് എങ്ങനെ എഴുതാം എന്നാണ്. നിങ്ങളൊരു ഡയറി എഴുതുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് തീയതിയും ദിവസവും എഴുതണം. ഇടത്തെ സൈഡിൽ മുകളിലത്തെ ഭാഗമായിട്ടാണ് നിങ്ങൾ തീയതിയും ദിവസവും എഴുതേണ്ടത്. എന്നിട്ട് എങ്ങനെയാണ് ഒരു ഡയറി തുടങ്ങേണ്ടത്? സന്തോഷമുള്ളതാണെങ്കിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്ന് തുടങ്ങാം. ദുഃഖമാണെങ്കിൽ ഇന്ന് എനിക്ക് വളരെ ദുഃഖമുള്ളൊരു ദിവസമായിരുന്നു എന്ന് തുടങ്ങാം. സോ നിങ്ങൾ ഡയറി തുടങ്ങേണ്ടത് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ദുഃഖമാണോ സന്തോഷമാണോ എന്നുള്ളത്. സോ അതനുസരിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയ മറ്റൊരു വരിയാണ് ഇന്നൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. ഇത് നിങ്ങൾക്ക് ദുഃഖമാണെങ്കിലും എഴുതാം, സന്തോഷമാണെങ്കിലും ഈ ഒരു വരി നിങ്ങളുടെ ഡയറിയിൽ എഴുതി ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നന്മപ്പൂക്കൾ എന്ന പാഠഭാഗം ഓർമ്മയില്ലേ? അതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു മിറി. നമുക്ക് മിറിയുടെ ഡയറി കുറിപ്പൊന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലെ കഥ ഓർമ്മയില്ലേ? അന്ധയായൊരു പെൺകുട്ടിയായിരുന്നു അല്ലേ മിറി. അവളുടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും മുത്തച്ഛനും ഒപ്പമായിരുന്നു അവൾ താമസിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്തും നഗരത്തിൽ പോയപ്പോൾ അവിടെ ഭൂകമ്പത്തിൽ അവർ പെട്ടുപോയി. പിന്നെ അവർ ഒരിക്കലും തിരിച്ചു വന്നില്ല. അങ്ങനെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും നോക്കേണ്ട ബാധ്യത ആരിലായി? നമ്മുടെ മിറിയിലായി. അങ്ങനെ അവൾ ആൾക്കാർക്ക് ഷൂ പോളിഷ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർ പൈസ സമ്പാദിച്ചിരുന്നത്. എന്തിനായിരുന്നു അവൾ പൈസ സമ്പാദിച്ചത്? മുത്തശ്ശനും മുത്തശ്ശിക്കും തണുപ്പ് കാലത്ത് ഒരു ചൂട് കുപ്പായം വാങ്ങിക്കൊടുക്കാനായിരുന്നു. അത്രയെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യേണ്ടിയിരുന്നു. ഇത് കാരണം അവൾക്ക് സ്കൂളിൽ പോകാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവളുടെ കൂട്ടുകാർ അവളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വന്നപ്പോൾ അവർ കണ്ടത് അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാൻ എത്തിയവരുടെ ഒരു നീണ്ട നിരയായിരുന്നു. അങ്ങനെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ അവർ പിന്നെ മടങ്ങി വന്നത് എന്താണ്? അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്തിട്ട് മിറിയുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും ചൂട് കുപ്പായങ്ങൾ വാങ്ങിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അതുമാത്രമല്ല, അവർ കൂട്ടുകാർ മിറിക്ക് പാഠങ്ങളൊക്കെ മാറി മാറി പറഞ്ഞു കൊടുത്തു. സ്കൂളിലെ മിസ്സ് അവളെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്നും പറഞ്ഞു. സോ ഇത്രയുമായിരുന്നു നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിരുന്നത്. ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി എഴുതിയ ഒരു കൊച്ചു കഥയായിരുന്നു ഇത്. നിങ്ങൾ ഈ പാഠഭാഗത്തെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കി വെക്കുക, കഥ അറിഞ്ഞു വെക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്ക് ചോദ്യം നോക്കാം. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അന്ധയായ മിറി എന്ന പെൺകുട്ടിയെ നന്മപ്പൂക്കൾ എന്ന കഥയിൽ നിങ്ങൾ കണ്ടല്ലോ. ദുരിതം നിറഞ്ഞ അവളുടെ ജീവിതത്തിൽ അവളുടെ കൂട്ടുകാർ സഹായത്തിനെത്തുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളും കൂട്ടുകാരുടെ സ്നേഹവും ഒരു ഡയറി കുറിപ്പിൽ മിറി രേഖപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും ആ ഡയറി കുറിപ്പ്? നിങ്ങളും എഴുതി നോക്കൂ. സോ നമുക്ക് മിറിയുടെ ഡയറി കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. അവർക്ക് കൂട്ടുകാരൊക്കെ സഹായത്തിനെത്തി സഹായിച്ചിട്ടുണ്ടല്ലേ, ചൂട് കുപ്പായങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിറി എന്തായിരിക്കും? അന്ന് വളരെ സന്തോഷവതിയായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഡയറി എങ്ങനെ തുടങ്ങാം? ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ആദ്യം തീയതിയും ദിവസവും എഴുതാനും മറക്കരുത്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു, ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു എന്നും നമുക്ക് ഇവിടെ എഴുതാമല്ലോ. പിന്നെ നമുക്ക് ബാക്കി ഭാഗം എഴുതാം. എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത്, എന്തൊക്കെയാണ് അവളുടെ മനസ്സിലുള്ള തോന്നലുകൾ, ആശയങ്ങൾ, അതൊക്കെയാണ് നമ്മളിനി എഴുതേണ്ടത്. എൻ്റെ ആഗ്രഹമായിരുന്നു മുത്തശ്ശിക്കും മുത്തച്ഛനും ഒരു ചൂട് കുപ്പായം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. അതിനായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നാൽ അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് കരുതിയില്ല. എൻ്റെ കൂട്ടുകാർ സമ്മാനവുമായി ചൂട് കുപ്പായം കൊണ്ടുവന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സ്കൂളിൽ പോകാൻ പറ്റാത്തത് മറ്റൊരു വിഷമമായിരുന്നു. എന്നാൽ അതിനും ഒരു പരിഹാരമായി. എൻ്റെ കൂട്ടുകാർ എന്നും എനിക്ക് പാഠങ്ങൾ പറഞ്ഞു തരും. സ്കൂളിലെ അധ്യാപിക പരീക്ഷയ്ക്ക് ഇരുത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എത്ര നല്ല ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുള്ളത്. ഇത്രയും നല്ല കൂട്ടുകാരെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ പാഠഭാഗവും മിറിയുടെ ഡയറി കുറിപ്പും മനസ്സിലായല്ലോ.
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. സോ ദാറ്റ്സ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.